ദ ലോർഡ്, ഹല്ലേലൂയ. ശേഖന മിനിസ്ട്രിയുടെ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദൈവം നമുക്ക് ഈ മിനിസ്ട്രിയിലൂടെ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചുകൊണ്ടും നമുക്ക് ഒരു നിമിഷം ഈശോയെ പാടി ആരാധിക്കാം. അങ്ങേപ്പോലെൻ ദൈവമേ ആരുള്ളിലൊക്കെ, അങ്ങേലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവവും. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. കർത്താവ് എത്ര നല്ലവനാണെന്ന് നമ്മൾ രുചിച്ചറിയാൻ പോവുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമേഖല നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്ക് നൽകുക എന്നതാണ്. ബൈബിളിലുടനീളം നമ്മൾ നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, പ്രകാശത്തിൽ ചരിക്കുന്ന ഒരു ജനത. രണ്ട്, അന്ധകാരത്തിൻ്റെ മക്കൾ എന്ന പിശാചിൻ്റെ സാത്താൻ്റെ ഒരു മേഖല. ദൈവത്തിൻ്റെ മക്കള്, ദൈവത്തിൻ്റെ ജനം, അവിടുത്തെ രാജ്യം, അവിടുത്തെ പ്രവൃത്തികൾ, അവിടുത്തെ നീതി, ഇല്ല, ഇങ്ങനെയൊക്കെ നമ്മൾ ബൈബിളിൽ കേൾക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ബൈബിളിൽ കാണുന്ന ഒരു കാര്യമാണ് ഈശോ പറയുന്നത്, പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കാനാണ്, പിശാചിൻ്റെ രാജ്യം, കിങ്ഡം, പിശാചിൻ്റെ കെട്ടുകൾ എന്ന്. ഇങ്ങനൊരു മേഖല, രണ്ട് മേഖലയായിട്ട് നമുക്ക് വചനത്തിൽ കാണാം. അപ്പം നമുക്ക് തികച്ചും മനസ്സിലാക്കുന്ന ഒരു മേഖലയാണ് ദർ ഈസ് എ ലൈറ്റ്, ദർ ഈസ് എ ഡാർക്ക്നെസ്. ഈ ലൈറ്റും ഡാർക്ക്നെസ്സും കൂടെ ഒരുമിച്ചേരാൻ പറ്റിയല്ല. നമ്മൾ അന്ധകാരം, പ്രകാശം വന്നുദിക്കുമ്പോൾ അന്ധകാരം അവിടുന്ന് മാറിപ്പോകുന്നു. രണ്ടും രണ്ടാണ്, പകല് രാത്രി എന്നതുപോലെ തന്നെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം തിരുവചനം പറയുന്നു, രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എന്താ? രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ദൈവം പകലും രാത്രി എന്നതുപോലെ തന്നെ, പ്രകാശവും അന്ധകാരവും എന്നതുപോലെ തന്നെ രണ്ട് യജമാനന്മാരുടെ കാര്യങ്ങളും കൂടി പറയാണ്. ഒന്ന്, ദൈവമാകുന്ന യജമാനൻ. രണ്ട്, മാമോനാകുന്ന യജമാനൻ. എന്താണ് ഈ മാമോൻ? ദൈവത്തെ നമുക്കറിയാം അല്ലേ? മാമോൻ എന്നത് പറയുന്നത് അരമായിക് ഒരു ഭാഷയിൽ അതിൻ്റെ അർത്ഥം ധനം, മണി, അതിൻ്റെ മെറ്റീരിയൽ പൊസഷൻസ്, ഇതിനെയൊക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു വേർഡാണ് മാമോൻ. അതായത് ധനത്തിൻ്റെ ആസക്തി, അതൊരു സ്പിരിറ്റാണ് മമോൻ. അപ്പോൾ ഒന്നുകിൽ നമ്മൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആരെയാണ്? ക്രിസ്തുവിനെ, ദൈവത്തെ. അല്ലെങ്കിൽ നമ്മൾ ആരെ ഫോളോ ചെയ്യണം? മാമോൻ, ദ സ്പിരിറ്റ് ഓഫ് മാമോനെ, പിശാചിനെ, നമ്മൾക്ക്. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ്. അപ്പോൾ നമുക്ക് രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വചനം തന്നെ പറയുകയാണ്. നമ്മളൊരു കാര്യം ഒരു വിഷ്വലൈസ് ചെയ്യാം. നമുക്ക് രണ്ട് വള്ളങ്ങൾ, ഒരു വള്ളം സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വള്ളം, അതിൽ യേശുക്രിസ്തു ഇരിക്കുന്നു, വഴിയും സത്യവും ജീവനും ഈശോ ഇരിക്കുന്നു. രണ്ടാമത്തെ വള്ളം ലൂസിഫർ ഇരിക്കുന്നു, അത് നേരെ ഹെല്ലിലേക്ക് കൊണ്ടുപോകുന്ന വള്ളമാണ്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വള്ളത്തിലെ, ഒരു യജമാനൻ്റെ കീഴിലോട്ടേ പോകാൻ പറ്റും. ഒരു വള്ളത്തിൽ കയറിയാൽ സ്വർഗത്തിൽ എത്തേണ്ടവർ, എയിം ചെയ്യുന്നവർ എങ്ങോട്ട് കയറണം? യേശുക്രിസ്തു ഇരിക്കുന്ന, ദൈവം ഇരിക്കുന്ന ആ വള്ളത്തിൽ കയറണം അല്ലേ? പക്ഷെ നമ്മളൊക്കെ എങ്ങനെയാ പോകും? നമുക്ക് രണ്ടും വേണം.
യേശു ക്രിസ്തുവിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, ക്രിസ്ത്യാനിയാണെന്ന് പറയും. അതേസമയം അപ്പുറത്തും കൂടെ കുറച്ച് വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? രണ്ട് വളത്തിലും കാല് കുത്താൻ നമ്മൾ ശ്രമിക്കും. അവസാനം നമ്മൾ എവിടെയും എത്താത്ത ഒരവസ്ഥയിലേക്ക്, നടുക്കടലിൽ കിടക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണോ ഇല്ലയോ എന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ ക്ലാസ് എടുക്കാൻ എനിക്കൊരു വലിയ പ്രേരണയുണ്ട്. ഒരു 3 ദിവസം മുന്നേ ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നം ഇതാണ്, നമ്മുടെ ഫൈനൽ ജഡ്ജ്മെൻ്റ് ആയിരുന്നു. ഞാനിതൊന്നും ഓർക്കാതെ കിടന്നുറങ്ങിയ ഒരു വ്യക്തിയാണ്. ഏതോ ഒരു സമയത്ത് ഞാനിങ്ങനെ സ്വപ്നത്തിൽ അനുഭവിക്കുകയാണ് ഈ ഫൈനൽ ജഡ്ജ്മെൻറ്റ്. അപ്പം ഞാൻ രാത്രിയിൽ കാണുന്ന ഒരു പ്രകാശമുള്ളൊരു ദിവസം, സാധാരണ ഒരു ദിവസം, പെട്ടെന്ന് പ്രകൃതിയുടെ ഭാവങ്ങൾ മാറാൻ തുടങ്ങി. ഒരു കൊടുങ്കാറ്റടിക്കുന്നത് പോലെയോ, എന്നാ പറയണ്ടേ, പെട്ടെന്ന് അത് സന്ധ്യയാകുന്ന പോലെ പെട്ടെന്ന് അങ്ങ് മാറി. പെട്ടെന്ന് പക്ഷികളുടെ സ്വഭാവം മാറി, മൃഗങ്ങളുടെ സ്വഭാവം മാറുന്നു. എന്തോ ഒരു ആപത്ത് വരുന്ന പോലെ ഒരു സൂചന പ്രകൃതിക്ക് കിട്ടി. അപ്പോഴത്തേനും എനിക്ക് തോന്നി എന്തോ വരാൻ പോകണ ഒരു ഭൂമി കുലുക്കാൻ. അപ്പോൾ പെട്ടെന്ന് ഞാൻ പിള്ളേരെയൊക്കെ വിളിച്ച് ഞാൻ നോക്കുമ്പോൾ ഞാൻ വരാന്ത പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മുകളിലേക്ക് ആകാശത്തിന് അവിടെ നിന്ന് ഞങ്ങൾ കൈ പിടിച്ചിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി ഭൂമി കുലുങ്ങി ഇപ്പം ഞങ്ങളെല്ലാം ഭൂമിക്കടി പോയി മരിച്ചു പോയി. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശം ഇങ്ങനെ ഇരുണ്ടെന്ന് പോയി, ബ്ലാക്ക് ഔട്ടായി. അപ്പം ബ്ലാക്ക് ഔട്ട് പിന്നെ ഞാൻ നോക്കുന്നത് ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ പോലെ ആകാശം മുഴുവനും ഇങ്ങനെ ഓരോ പേരുകളൊക്കെ എഴുതി വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് കാണുകയാണ് ഒരു സ്ത്രീയുടെ പേര്, ഞാൻ പേര് പറയുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ ഈ ലോകത്തുണ്ട്. ഒരു സ്ത്രീയുടെ പേര് പറയാണ്, എന്നിട്ട് പറയാണ് കണ്ണുകൊണ്ട് പാപം ചെയ്യുന്നു, ഇന്ന മേഖല പാപം ചെയ്തുകൊണ്ട് നരകത്തിലേക്ക് പോകുന്നു. ഉടനെ ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് ഇങ്ങനെ ആ നരകത്തിൻ്റെ ഇങ്ങനെ ഒരു പോക്ക്. അത് കഴിഞ്ഞാണ് അതിൻ്റെ പാപം ഞാൻ കേട്ടില്ല, അത് വേറൊരാളായിരുന്നു, അതും നരകത്തിലോട്ട് പോകുന്നു. മൂന്നാമത് ഞാൻ കാണാണ് വേറൊരാളുടെ പേര് വിളിക്കുന്നു. പ്രകാശത്തിൻ്റെ മാതൃകയായി, ക്രിസ്തുവിന് മാതൃകയായി ജീവിച്ചത് കൊണ്ട് ഇതാ പ്രകാശത്തോട്ട് ചേരുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെക്ക് നല്ലൊരു പ്രകാശകോളം പോലെ ഇതിൻ്റെ ആത്മാവ് അങ്ങോട്ട് പോവാം. പെട്ടെന്ന് ഞാനിങ്ങനെ വിചാരിക്കും, കർത്താവേ എൻ്റെ പേര് വിളിക്കാറായി, ഇപ്പം എൻ്റെ പേര് വിളിക്കും, ഞാൻ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ ഇങ്ങനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ ദൈവമേ, ഞാനിങ്ങനെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ദൈവമേ ഒരു കണ്ണിൻ്റെ ഏതാണ്ട് ഒരു പാപത്തിന് നരകത്തിൽ ഇട്ടു, ദൈവം എൻ്റെ ഗതി എന്തായിരിക്കും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കരഞ്ഞു. ദൈവമേ കരുണയായിരിക്കണേ, എന്നോട് കരുണയായിരിക്കണേ, എന്നെ നരകത്തിൽ വിടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ആ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റു. എൻ്റെ സഹോദരങ്ങളെ, അത് എന്നെ വളരെയധികം പേടിപ്പിച്ച് കുലുക്കിയ ഒരു സ്വപ്നം. ശരിക്കും ചിന്തിച്ചു, ഇന്ന് ഞാൻ എവിടെയാണ്? എനിക്ക് 2 കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. കണ്ണുകൊണ്ട് പാപം ചെയ്ത് നരകത്തിലേക്ക് വിട്ട ഒരു സ്ത്രീയുടെ ആത്മാവിനെയും പ്രകാശത്തിന് സാക്ഷിയായി സ്വർഗത്തിലേക്ക് പോയ ഒരു ആത്മാവിനെയും എൻ്റെ ഹൃദയത്തിൽ മാതായെ കിടന്നു. അപ്പോൾ കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. ശ്രദ്ധിച്ചേ, ആസക്തിയോടെ സ്ത്രീയെയോ, സ്ത്രീ രൂപത്തെയോ, ഇതുപോലെ തന്നെ പുരുഷനെയോ, പുരുഷ രൂപത്തെയോ ആസക്തിയോടെ ലെസ്റ്റ്ഫുള്ളായിട്ട് നമ്മളൊരു നോട്ടം നോക്കിയാൽ പോലും ആ പ്രവൃത്തി നീ ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഈസ് ഈക്വൽ ടു വ്യഭിചാരം. അതുകൊണ്ട് ബാക്കി പറയാണ്, നിന്റെ വലത്ത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ട് നീ സ്വർഗത്തിൽ എത്തിച്ചേരുന്നതല്ലേ? മത്തായിയുടെ സുവിശേഷം 5-ാം തിരുവചനം 27-ാം വാക്യം നമ്മളോട് സംസാരിക്കുകയാണ്. കർത്താവ് വ്യക്തമായി പറയുകയാണ്, വലത്ത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അതെടുത്ത് ചൂടുന്നെടുത്ത് ദൂരെയെറിയുക. വലത്ത് കൈ നിനക്ക് അത് വെട്ടിയെറിഞ്ഞു കളയുക. നീ 2 കൈകളോടും കൂടി നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു കണ്ണില്ലാതെ, ഒരു കൈയുടെ ഭാഗമില്ലാതെ നീ സ്വർഗത്തിലേക്ക് പോകുന്നത്? അപ്പോൾ ആ പാപത്തിൻ്റെ ഗൗരവത ഈ വചനത്തിൽ എത്രയോ സ്പഷ്ടമല്ലേ? നമ്മൾ ലഘുവായി കാണുന്ന പാപമേഖലകൾ എത്രയോ മാരക പാപങ്ങളാണ്. മനസ്സുകൊണ്ട് പഴയ നിയമത്തിൽ കൊല്ലരുത്, വ്യഭിചാരം പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നത്, നീ ഹൃദയം കൊണ്ട്, നീ നിന്റെ കണ്ണുകൊണ്ട് ഒരു ലസ്റ്റ് നിന്റെ ഹൃദയത്തിൽ തോന്നിയ നിമിഷം നീ ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവമേറിയാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ തിരിച്ചറിവിൻ്റെ ദിവസമാണ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്?
നമ്മൾക്ക് പിശാച് ഈ ലോകത്തില് പല പല മേഖലകളിലൂടെ ഓപ്പൺ ഡോറുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടറുകൾ, മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, എല്ലാ സകല തിന്മകളും അടങ്ങി നമ്മൾ ഒളിച്ചിരുന്നത് കാണുന്നത് പുരമുകളിൽ പ്രഘോഷിക്കപ്പെടുമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആരും കാണുകയില്ലാതെ ഒരു ഇരുട്ട മുറിയിൽ ചെയ്യുന്നത് പുരമുകളിൽ എപ്പോഴാ ഈ അന്ത്യ വിധി നിമിഷത്തിൽ പുരമുകളിൽ പ്രഘോഷിക്കപ്പെടും നിന്റെ പാപം. ആർ വി റെഡി ഫോർ ഇറ്റ്? നമ്മൾ റെഡിയാണോ ആ ഒരു കർത്താവിന്റെ വിധിയെ നേരിടാൻ? നമ്മൾ റെഡിയാണോ? നമ്മളിങ്ങനെ ക്രിസ്തുവിനെയാണോ വേണ്ടത്, മാമോനെയാണോ വേണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളറിയാതെ രാത്രിയുടെ യാമങ്ങളിൽ കള്ളനെ പോലെ നമ്മുടെ വിധി കടന്നു വരും. അന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ എവിടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടിയിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 8:12 എന്ന് പറയുന്നു, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. നോക്കിക്കേ, യോഹന്നാൻ 8:12 പറയുന്നു, യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. I am the light of the world. Those who follow me never walk in darkness. ജീവന്റെ പ്രകാശം, ക്രിസ്തുവിന്റെ പ്രകാശം ഉണ്ടായിരിക്കും. നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ, ആ യജമാനനെ അനുസരിച്ച് ക്രിസ്തുവിനോടുകൂടി പോകുന്നവരാണെങ്കിൽ നമ്മൾ അന്ധകാരത്തിലല്ല. പിന്നെയും ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയുകയും പാപം ചെയ്യുകയും സഹോദരനെ വെറുക്കുകയും ചെയ്താൽ അവനിൽ സത്യമില്ല. നമ്മൾ കള്ളം പറയാ, നമ്മുടെ പ്രവൃത്തി വേറെയാ. നമ്മൾ പറയുന്നത് എന്താ? കർത്താവിനെ സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ 5:9 പറയുന്നു, ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രകാശമാണ്. ഹി ഈസ് ദ ലൈറ്റ്. There is no darkness in him. Nothing. 1 യോഹന്നാൻ 1:7 പറയുന്നു, അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. എന്താ? അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് ക്രിസ്തുവിനോട് ഫെലോഷിപ്പ്, കൂട്ടായ്മ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയുടെ ആത്മാവ് ഇവിടെ ഉണ്ട്. ദൈവത്തോട് കൂട്ടായ്മ എന്തൊരു ഭംഗിയാ. ദാവീദ് പറയാ, കർത്താവേ നിന്റെ സാന്നിധ്യം എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ. സങ്കീർത്തനം 50 കരുണയായിരിക്കണേ. നമ്മൾക്ക് പാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ. സങ്കീർത്തനം 51 പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിലേക്ക് വരിക, കൂട്ടായ്മയിലേക്ക് വരിക, പ്രകാശത്തിലേക്ക് വരിക. നീയും വചനത്തിലൂടെ പോവുകയാണെങ്കിൽ ഫലത്തിൽ നിന്ന് നമുക്ക് വൃക്ഷത്തെ തിരിച്ചറിയാം. എങ്ങനെയാ? നമ്മുടെ പ്രവൃത്തികൾ അനുസരിച്ച്. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ കായ്ക്കാൻ പറ്റില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങൾ കായ്ക്കാൻ പറ്റില്ല. അതുപോലെ ഞാൻ നല്ല പ്രാർത്ഥനക്കാരിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പാപം ചെയ്ത് ഞാൻ തിന്മയുടെ പ്രവൃത്തി ചെയ്ത് ജീവിച്ചാൽ ഓപ്പോസിറ്റാണ്. ദർ ഈസ് നോ മാച്ചിങ്, അല്ലേ? ഒന്നും അത് മാച്ച് ചെയ്യുന്നില്ല എൻ്റെ പ്രവൃത്തിയായിട്ട്. നാം പ്രകാശത്തിന്റെ മക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ എങ്ങോട്ട് പോകാൻ വിളിക്കപ്പെട്ടവരാണ്? ദൈവത്തിന്റെ മക്കളായ നമ്മൾ പ്രകാശത്തിന്റെ മക്കളാണെന്നേ. നമ്മൾ പ്രകാശത്തിലേക്ക് ചേരാൻ വിളിക്കപ്പെട്ടവരാണ്. ഇന്നെല്ലാവരും എന്നെ കേൾക്കുന്ന ഇന്ന് നമ്മുടെ ചിന്തയുടെ ദിവസമാണ്. വേർ വി ആർ ഗോയിങ്, വേർ വി ആർ റൈറ്റ് നൗ. എവിടെയാണ് ഞാൻ നിൽക്കുന്നത്? ഞാൻ പ്രകാശത്തിലാണോ അന്ധകാരത്തിലാണോ? ഫിലിപ്പി 2-ാം അധ്യായം 14-ാം തിരുവചനം 15 വരെ പറയുന്നു, അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ക്രിസ്തു പ്രകാശമാണെങ്കിൽ ദൈവമക്കളായ നാമും പ്രകാശമാണ്. ഫിലിപ്പിയുടെ പുസ്തകം 2-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ പറയുന്നു, അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. 1 തെസ്സലോനിക്ക 5:5, നിങ്ങൾ എല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും മക്കളാണ്. നമ്മളെല്ലാം പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന സുബോധമുള്ളവരായിരിക്കാം. മറ്റുള്ളവര് കാണിക്കുന്ന പോലെ ഒന്നും ചെയ്യാതെ സുബോധമുള്ളവരായി ഈ നിമിഷം എല്ലാവരും വേക്കപ്പ്, എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കട്ടെ.
സുബോധത്തിലേക്ക് വരട്ടെ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മിലാരും രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ നടക്കേണ്ടവരല്ല. അതുകൊണ്ട് എല്ലാവരും സടകുടഞ്ഞെഴുന്നേറ്റേ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ പ്രവൃത്തി എന്താണ്? അത് നമ്മുടെ പ്രവൃത്തി നമ്മൾ പറയുന്നതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളൊന്ന് ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി ക്രിസ്തുവാകുന്ന പ്രകാശം, നമ്മൾ ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് വരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രകാശമുദിക്കുമ്പോൾ അന്ധകാരം മാറിപ്പോകുന്നു. വിശുദ്ധ യോഹന്നാൻ സ്ലീഹയെ കുറിച്ച് നിങ്ങൾക്കറിയോ? വിശുദ്ധ യോഹന്നാൻ സ്ലീഹ ഈശോയെ അത്യധികം സ്നേഹിച്ച ഒരു സ്ലീഹനാണെന്ന് ബൈബിളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുകയും ഈശോയെ ഒത്തിരി ഹൃദയത്തോട് അടുപ്പമുണ്ടായിരുന്ന ഒരു ശിഷ്യനാണ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ മരിക്കയിലെന്ന് പറയുകയും പിന്നീട് വെളിപാടുകളൊക്കെ ഒരു ദ്വീപിൽ വെച്ച്, പത്മോസ് ദ്വീപിൽ വെച്ച് എഴുതുകയൊക്കെ ചെയ്ത തോമോസ് സ്ലീഹ വെളിപാടിൽ 1-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ്റെ വലത്ത് കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായുത്തല വാൾ, വദനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. ശിശുയുടെ മുഖം ഇങ്ങനെ സൂര്യനെ പോലെ കത്ത് നിൽക്കുകയാണ്. ഇങ്ങനെ നാക്കിങ്ങനെ ഇരുതല വായ്, അത് വചനമാകുന്ന ക്രിസ്തു, പ്രകാശമാകുന്ന ക്രിസ്തു. വെളിപാട് 21:22 പറയുന്നു: നഗരത്തിന്റെ പ്രകാശം നൽകാൻ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. ഒരു നഗരം, സ്വർഗീയ നഗരം, സ്വർഗീയ ജെറുസലേം വരാൻ പോകുന്ന കാര്യമാണ്. അതിനെ പ്രകാശിപ്പിക്കാൻ സൂര്യനോ ചന്ദ്രനോ വേണ്ട ആവശ്യമില്ല. കുഞ്ഞാടിന്റെ വെളിച്ചം മതി, ഈശോയുടെ വെളിച്ചം മതി. അതിൻ്റെ അതിൻ്റെ ദീപം കുഞ്ഞാടാണ്. അതിൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. ഏത്? ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ ചരിച്ചു പോകുന്ന, നടന്നു പോകുന്ന ഒരു ജനത. അവിടെ സൂര്യൻ്റെ ആവശ്യമില്ല, ചന്ദ്രൻ്റെ ആവശ്യമില്ല, നക്ഷത്രങ്ങളുടെ ആവശ്യമില്ല. ക്രിസ്തുവാകുന്ന പ്രകാശത്തിന് കീഴെ, ആ യജമാനന് കീഴെ ചരിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മൾ. എത്രയോ ഭാഗ്യപ്പെട്ട ജന്മങ്ങളാണ് നമ്മൾ. ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് ഒരുമിച്ച് ചേരാൻ വേണ്ടി വിളിക്കപ്പെട്ട, ഐക്യപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. എഫേസോസ് 5-ാം അധ്യായം 9-ാം തിരുവചനം പറയുന്നു: പ്രകാശത്തിന്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിന്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ പ്രകാശത്തിലാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല സഹോദരങ്ങളെ. ഇന്ന് നമ്മളൊരു തീരുമാനമെടുക്കണം. നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? ഇതൊരു ഉറച്ച തീരുമാനമായിരിക്കണം. ഒന്നുകിൽ നമ്മൾ പ്രകാശത്തിൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ അന്ധകാരത്തിൻ്റെ കൂടെ നിൽക്കുക. അന്ധകാരത്തിൻ്റെ കൂടെ നിന്നാൽ നമ്മുടെ കാര്യം തീർന്നു. പ്രകാശത്തിൻ്റെ മക്കളെ പോലെ ജീവിക്കണം. പ്രകാശത്തിൻ്റെ ഫലം എന്താ? ഫലത്തീന്ന് വൃക്ഷത്തെ സകല നന്മയാണ്, തിന്മയില്ല ഇവിടെ. നീതി സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഒരാളിങ്ങനെ ഞാൻ പ്രകാശത്തിലാണെന്ന് പറയുമ്പോൾ അവന് സത്യമൊന്നുമില്ല, പായെടുത്ത കള്ളത്തേ പറയുള്ളൂ. ഒരു നീതിയില്ല, എല്ലാ അനീതി ചെയ്യുന്നവരുടെ കൂടെയും പുള്ളി ഉണ്ടായിരിക്കും. പിന്നെ നന്മയൊന്നുമില്ല, നന്മ ചെയ്യണമെന്ന് പറയും, പക്ഷെ അടിയിൽ കൂടെ തിന്മയാണ്, ഭാരവെപ്പും അങ്ങനെയൊക്കെയാണ്, കുറ്റം പറച്ചിലൊക്കെയാണ്. പ്രവൃത്തിയായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇത് ആർക്കറിയാം? നമുക്ക് പ്രകാശമുണ്ടോ പ്രകാശം ഇല്ലയോ എന്ന് പിശാച് നല്ലപോലെ അറിയാം. നമ്മൾ പാപമെല്ലാം ചെയ്തിട്ട് യേശുവാണ് ഏകരക്ഷകൻ എന്ന് പറഞ്ഞാൽ പിശാച് ഓടിപ്പോത്തൊന്നുമില്ല. പിശാചിനറിയാം ആർക്കാണ് പ്രകാശമുള്ളതെന്ന്, ആരാണ് പ്രകാശത്തിൽ. കാരണം അന്ധകാരത്തിനെ ഇത് കറക്റ്റായിട്ട് അറിയുള്ളൂ. കാരണം എന്നറിയോ? നമ്മളൊരു ഫുൾ ഡാർക്കായിട്ടുള്ളൊരു റൂമിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചേ, അത് പെട്ടെന്ന് ആ പ്രകാശം വരുത്തും. ആ പ്രകാശത്തിന് ആ ഇരുട്ടിന് മൊത്തം പ്രകാശത്തെ കാണാൻ പറ്റും. നമ്മളിങ്ങനെ ഇരുട്ടിയിരിക്കുക, നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? പക്ഷെ ഒരു പ്രകാശം അവിടെ വരും, നമുക്ക് പിന്നെ ആ റൂം കാണാൻ പറ്റും അല്ലേ? ഇരുട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. പ്രകാശം ഉണ്ടെങ്കിലേ നമ്മൾ കാഴ്ചയുള്ളവരാവുള്ളൂ, കാണാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം എഫേസോസ് 5:9 പറയുന്നത് പോലെ നന്മ, സകല നന്മയിലും വർത്തിക്കണം, നീതിയിലായിരിക്കണം, സത്യത്തോട് ചേർന്ന് നിൽക്കണം. അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. നമുക്ക് കുറേ ആയുധങ്ങളുണ്ട്. നമ്മളിങ്ങനെ ചരിക്കുമ്പോൾ, നമ്മൾ പ്രകാശത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ആയുധങ്ങൾ ഭയങ്കര വ്യത്യസ്തമായ ആയുധങ്ങളൊക്കെയാണ്. കാരണം തിന്മയുടെ ആയുധങ്ങൾ എന്താ? അവൻ്റെ ഡിഫെൻസ് മെക്കാനിസം, അവൻ തെറി വിളിക്കും, കുറ്റം പറയും, അടി കൊടുക്കും, എല്ലാ വഴക്കിന് പോകും, പിന്നെ എല്ലാ തിന്മ നമുക്കറിയാം തിന്മ നന്മ തന്നെയാണ്. തിന്മയാകുന്ന പ്രവൃത്തിയൊക്കെ
ഡാർക്ക്നെസ്സിൻ്റെ പ്രവൃത്തിയാണ്. അപ്പം നമ്മുടെ ആയുധം അത് നമ്മുടെ ആയുധമല്ല. ഇപ്പോൾ ഒരാൾ നമ്മളെ തെറി വിളിക്കുമ്പം തെളിച്ച് 4 തെറി വിളിച്ചാൽ നമ്മളിപ്പോൾ ആരുടെ ആയുധം ഉപയോഗിക്കുന്നത്? അവൻ്റെ ആ തിരിച്ച് ഇപ്പം പിശാചിൻ്റെ ആയുധം തന്നെ തിരിച്ച് നമ്മൾ വെട്ടുന്നത്. അപ്പം നമ്മുടെ ആയുധങ്ങൾ നമ്മളെങ്ങനെ ആയുധങ്ങൾ പോലും യുദ്ധത്തിൽ എന്താണെന്ന് നമ്മൾക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം എഫേസോസ് 6 പൗലോസ്ലീഹ 6:12 പറയുന്നുണ്ട്, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മൾ പടവെട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നത് മനുഷ്യനാണെങ്കിലും അവരിലൂടെയൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മളോട് ഏറ്റുമുട്ടുന്നത് തിന്മയുടെ ദുഷ്ട അരൂപികളാണ്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നമ്മൾ ധരിച്ചിട്ട് വേണം നമ്മൾ പടയൊരുക്കത്തിന് പോകാൻ. അന്ന് തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതായത് നമ്മൾ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നില്ലെങ്കിലും ഇങ്ങോട്ടൊരു യുദ്ധത്തിൻ്റെ ഫോഴ്സ് വരുന്നുണ്ട് തിന്മയുടെ. നമ്മൾ എങ്ങനെയെങ്കിലും അവൻ്റെ കഷത്തിലേക്ക്, അവൻ്റെ തോടി കയറ്റാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അവിടെ ചെറുത്ത് നിൽക്കണമെങ്കിൽ, എന്നാൽ എതിർത്ത് നമ്മൾ ഡിഫെൻസ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഒരു പ്രത്യേക ആയുധങ്ങൾ വേണം. ഡിഫെൻസ് നമ്മൾ അങ്ങോട്ട് വെട്ടാൻ പോകുന്നില്ല, പകരം നമ്മൾ ഡിഫെൻസ് ചെയ്യുള്ളൂ. അതായത് നമുക്കിട്ടൊരു കല്ലേറ് വരുമ്പോൾ ഡിഫെൻസ് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിനെന്തൊക്കെ എഫേസോസ് 6:16 പറയുന്നു, അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കണം. അവിടെയാണ് സത്യം, ട്രൂത്ത്ഫുൾ ആയിരിക്കണം. അവിടെ നമ്മുടെ അരക്കെട്ട് നന്നായിട്ട് മുറുക്കിയെങ്കിൽ ഡ്രസ്സ് അഴിഞ്ഞു പോകുകയല്ലേ. അതുപോലെ നമ്മൾ അത് ശരിക്കും ഈ ആയുധങ്ങൾ പറയുന്നത് റോമൻ അവരുടെ പണ്ടത്തെ ഒരു അവരുടെ യൂണിഫോംസിന് എൻ്റെ ഒരു മാതൃകയിലാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അവർക്ക് ആദ്യം ഒരു അരക്കെട്ടുണ്ട്, സത്യം കൊണ്ട് അരമുറുക്കി, കവചമുണ്ട്, നീതിയിടുന്ന പണ്ടത്തെ റോമൻ ആർമിയുടെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നീതിയുടെ കവചം നീതിയാകുന്ന കവചം കിട്ടണം. നമുക്ക് വേണ്ട ഇങ്ങനെ വേണം, ഉറച്ചു നിൽക്കണം. നമുക്ക് ഉറച്ച് നല്ല അരക്കെട്ട് വേണം. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നമ്മളിങ്ങനെ ഉറച്ചു നിൽക്കണം. നീതി കർത്താവ് നീതിമാനാ, കർത്താവിൻ്റെ നീതിയാകുന്ന അന്ത്യം അങ്ങിട്ടിട്ട് നമ്മൾ ഉറച്ചു നിൽക്കണം. നമുക്ക് അനീതിയുടെ കൂട്ടത്തിൽ പോകരുത്, അസത്യത്തിൻ്റെ കൂടെ നമ്മൾ ചരിക്കരുത്. ക്രിസ്തുവാകുന്ന സത്യം, ദൈവമാകുന്ന സത്യത്തോടെ നമ്മളും സത്യവാന്മാരായിരിക്കണം. പിന്നെ സമാധാനത്തിൻ്റെ സുവിശേഷമാകുന്ന പാദരക്ഷകൾ. നമ്മുടെ സുവിശേഷം സമാധാനമാണ്, അടിയും തല്ലൊന്നും ഉണ്ടാക്കാനുള്ളവരല്ല. സമാധാനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ കൂരമ്പുകളെ ചെറുക്കുന്നതിന് ദൈവവചനമാകുന്ന ദൈവത്തിൻ്റെ സർവോപരി ദുഷ്ടന് ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവാൻ. അതായത് സാത്താൻ ഇങ്ങനെ കൂരമ്പുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമ്പം നമുക്ക് തടുക്കണം അല്ലേ. അപ്പോൾ അമ്പിങ്ങനെ വന്നോട്ട് നമ്മുടെ അല്ലേ തടുത്തില്ല എന്ത് പറ്റും, നമ്മുടെ ഉള്ളോട്ട് അത് കയറും. അപ്പോൾ തടുക്കുന്നതിന് വിശ്വാസത്തിൻ്റെ പരിചയം എടുത്ത് ഡിഫെൻസ് ചെയ്യണം. പരിചയമുണ്ട് ഈ റോമൻ പട്ടാളത്തിൽ വലിയൊരു പരിചയമുണ്ട്, ഇങ്ങനെ ഒരു റൗണ്ടിലുള്ള. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഡിഫെൻസ് ചെയ്യണം. അപ്പം വരുന്നിടത്തെല്ലാം തടുക്കാൻ എന്താ പറയണ്ടേ, വിശ്വാസം ഇല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസം. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ആരുടെ കൂടെയാണെന്നുള്ള ആ വിശ്വാസം ഇല്ലെങ്കിലേ ഈ കൂരമ്പിൽ മിക്കതും നുണയായിരിക്കും സഹോദരങ്ങളെ. സാത്താൻ്റെ കൂരമ്പിൽ പകുതിയും നുണയാണ്. നിന്റെ ഐഡൻറ്റിറ്റിയെ തകർക്കാനുള്ള നുണയാണ്. അവനിങ്ങനെ മനസ്സിൽ കൂടെ പറയും, നീ പാപിയാണ്, നീ ദ്രോഹിയാണ്, നീ ഇതാണ്, നീ അതാണ്, നീ കഴിവില്ലാത്തവനാണ്, നീ ദൈവത്തിന് മകനൊന്നുമല്ല, നിന്റെ പ്രവർത്തി കണ്ടില്ലേ, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെ തരണം വിശ്വാസം. അപ്പം പറയണം വിശ്വാസം എടുത്തിട്ട്, അതെ ഞാനൊന്ന് പാപമൊക്കെ ചെയ്തിട്ടുണ്ട്, കർത്താവിനോട് ക്ഷമിച്ചു, ഞാൻ കുമ്പസാരിച്ചാണ്. അത് പറഞ്ഞിട്ട് എൻ്റെ പുറകെ വരലെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പരിചയം എടുത്ത് അങ്ങ് ഉറച്ച് നിന്നോണം. വിശ്വാസം, ക്രിസ്തുവുള്ള വിശ്വാസം, നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചിട്ടുണ്ടെന്നും പാപത്തിൻ്റെ പരിഹാരം നമുക്ക് തന്നെന്നും വിശ്വസിക്കണം. അങ്ങനെ പിന്നെ സത്യം, പിന്നെ രക്ഷയുടെ പടത്തൊപ്പി അണിയണം. രക്ഷ, നമുക്കൊരു സാൽവേഷൻ ഉണ്ടെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. പിന്നെ ദൈവത്തിൻ്റെ വചനമാകുന്ന വാളെടുത്ത് വെട്ടേണ്ട സമയത്ത് വെട്ടിക്കോണം. കാരണം ക്രിസ്തു മരുഭൂമിയിൽ പരീക്ഷയിലെല്ലാം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ വചനമാകുന്ന വാളെടുത്ത. സ്വന്തമായിട്ട് എന്തെങ്കിലും സാത്താനോട് എടുത്ത് ചാടിക്കേറിയോ? ഇല്ല, വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് ഓർപ്പിച്ചു. അത് കണ്ടീഷണലായിട്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇതാണ് സ്നേഹത്തിൻ്റെ ആയുധം, വചനത്തിൻ്റെ ആയുധം, യേശുവിൻ്റെ നാമമാകുന്ന ആയുധം, യേശുവിൻ്റെ വചനമാകുന്ന ആയുധം, യേശുവിൻ്റെ രക്തമാകുന്ന ആയുധം. ഇതൊക്കെ ധരിച്ച് ആ ഡിഫെൻസിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ. ഇതാണ് പ്രകാശത്തിൻ്റെ മക്കളുടെ ഒരു ഐഡൻറ്റിറ്റി.
നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ ഇനി ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. ആഴമായ അനുതാപത്തോടെ നമ്മൾ ചെയ്ത പാപങ്ങളോടെല്ലാം പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കണം. 2, ഒരു കണ്ടീഷനുണ്ട്. സ്വർഗസ്ഥനായ എന്ന പിതാവ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ തെറ്റുകൾ ഞാൻ ക്ഷമിച്ചതുപോലെ എൻ്റെ തെറ്റുകളും ക്ഷമിക്കണമേ എന്ന് കർത്താവ് നമ്മളെ എന്തുകൊണ്ട് പഠിപ്പിച്ചു? അത് ദൈവം നീതിമാനാണ്. ദൈവം ഒരു കാര്യം ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് ഒരു പ്രാവശ്യം ചെയ്ത പാപത്തിന് മാപ്പ് ചോദിച്ചപ്പോൾ എന്നെ ഒരുപാട് മാനസികമായ ഒരു വേദന അനുഭവിച്ച കുറച്ച് പീഡിപ്പിക്കപ്പെട്ട കാലഘട്ടങ്ങളുണ്ട് എനിക്ക്. ആ സമയത്ത് ഞാൻ അവരോട് ഇങ്ങനെ ഫൊർഗീവ്, ഞാനിങ്ങനെ ഉള്ളി പറയും, ഐ ഫൊർഗീവ് യു, ഐ ഫൊർഗീവ് യു, ഐ ഫൊർഗീവ്, ഇങ്ങനെ 1000 എത്ര പ്രാവശ്യം പീഡിപ്പിക്കുക അത്രയും പ്രാവശ്യം ഫൊർഗീവ് ചെയ്യാൻ പ്രാർത്ഥിച്ചു. ഇതിനെ പൊക്കി പറഞ്ഞതല്ല, എനിക്ക് അതറിയാം, ഈശോയുടെ സ്വഭാവമല്ലേ നമുക്കുള്ളത്. അപ്പം കർത്താവ് ദൈവനോട് ഞാൻ ചെയ്ത പാപത്തെ ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ഐ ഫൊർഗീവ് യു. എന്നിട്ട് എന്നെ ഓർപ്പിച്ചു, നിന്നോട് തെറ്റ് ചെയ്തവരോട് ഇതുപോലെ പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ആ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥന കണ്ടീഷണൽ പ്രാർത്ഥനയാണ്. നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാൽ ഞാൻ നിന്നോട് ക്ഷമിക്കും, നീ അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. മക്കളെ, ഇത് ഭയങ്കര സത്യമാണ്. നമ്മളത് വിശ്വസിക്കണം. നമ്മളെല്ലാവരോടും ക്ഷമിക്കണം. നമ്മളെ എത്ര ഉപദ്രവിച്ചാലും, എത്ര വെട്ടിവീഴ്ത്തിയാലും, എത്ര മാനസികമായും ശാരീരികമായും ദൈവികമായും എല്ലാം നമ്മളെ തകർക്കാൻ നോക്കിയാലും നമ്മൾ അവരോട് 770 പ്രാവശ്യം ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളുടെ പാപങ്ങൾ നമ്മൾ അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ക്ഷമിക്കും. അത് ദൈവത്തിൻ്റെ നീതിയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം നമ്മളെ പ്രകാശത്തിൻ്റെ മക്കളാകാൻ വേണ്ടി ജനിക്കപ്പെട്ടവരാണ്, സ്വർഗത്തിലേക്ക് പോകാൻ വിളിക്കപ്പെട്ടവരാണ്. ഇന്നെല്ലാവരും വലിയ ഒരു തിരിച്ചറിവിലേക്ക് എത്തട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും തൊട്ട് ഇന്ന് ആ സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ. ആത്മാവിൻ്റെ വലിയ ഒരു സ്പർശനം എല്ലാവർക്കും ലഭിക്കും. വലിയ മാനസാന്തരം, ആഴമായ കുറ്റബോധവും ആഴമായ എളിമയും അനുതാപവും എല്ലാം നമ്മൾക്കിന്ന് ലഭിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരട്ടെ ഇന്നെല്ലാവരും. യേശുവിൻ്റെ സമാധാനം നിങ്ങളെല്ലാവരിലേക്കും സ്നേഹവും വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തു നമ്മളെല്ലാം ഒരുപാട് സ്നേഹിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.